സെമി ഫൈനലിൽ തകർന്നു പോയ കിരീട സ്വപ്നങ്ങളുടെ കനലിൽ നിന്ന് നഷ്ടപ്പെട്ട സിംഹാസനത്തിനല്ലെങ്കിലും തങ്ങളുടെ അന്തസ് കാക്കാൻ അവരിറങ്ങുകയാണ്. ലോകകപ്പിന്റെ ഫൈനൽ പോരാട്ടമല്ലിത്. പക്ഷേ അതിനേക്കാൾ വീര്യമുള്ള പ്രതികാരത്തിന്റെയും അഭിമാനത്തിന്റെയും യുദ്ധമാണിത്. നാളെ പുലർച്ചെ 2:30 സ്റ്റേഡിയത്തിൽ ഫ്രാൻസും ഇംഗ്ലണ്ടും നേർക്കുനേർ വരുമ്പോൾ കളം പുകയുമെന്നുറപ്പ്. ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികൾ കാത്തിരിക്കുന്ന ഒരു മഹാപോരാട്ടത്തിനാണ് ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അതുവരെ എതിരാളികളുടെ നെഞ്ചകം തകർത്ത് ഗോൾ അടിച്ചുകൂട്ടിയ കിലിയൻ എംബാപ്പയ്ക്കും കൂട്ടർക്കും സെമിയിൽ സ്പെയിനിന്റെ തന്ത്രങ്ങൾക്ക് മുന്നിൽ ശ്വാസം മുട്ടേണ്ടി വന്നു. പൊരുതാതെയുള്ള ആ കീഴടങ്ങിൽ ഫ്രഞ്ച് പടയുടെ നെഞ്ചിൽ ഒരു വലിയ മുറിവായി കിടപ്പുണ്ട്. അതിലുപരി ഫ്രഞ്ച് ഫുട്ബോളിനെ കൊടുമുടികളിലേക്ക് നയിച്ച തങ്ങളുടെ പ്രിയപ്പെട്ട പരിശീലകൻ ദിദിയൻ ദശാംസ് ഈ മത്സരത്തോടെ പടിയിറങ്ങുകയാണ്. ആ ഇതിഹാസത്തിന് തോൽവിയുടെ കണ്ണീരൊപ്പിയല്ല, മറിച്ച് 3-ാം സ്ഥാനത്തിന്റെ തലപ്പൊക്കത്തോടെയുള്ള ഒരു അർഹിച്ച യാത്രയയപ്പ് നൽകുക എന്നത് ഫ്രാൻസിന്റെ വൈകാരികമായ ആവശ്യമാണ്. ഒപ്പം ക്യാപ്റ്റൻ എംബാപ്പയ്ക്കും ഇതൊരു വ്യക്തിഗത യുദ്ധമാണ്. 8 ഗോളുകളുമായി ലയണൽ മെസ്സിക്ക് തൊട്ടുപിന്നിൽ വേട്ടക്കാരനായി നിൽക്കുന്ന എംബാപ്പയ്ക്ക് ലോക ഫുട്ബോളിലെ ഏറ്റവും അഭിമാനകരമായ ഗോൾഡൻ ബൂട്ട് എന്ന വിശ്വവിജയത്തോടെ കിരീടം തുടർച്ചയായ 2ാം തവണയും സ്വന്തമാക്കാൻ ഇംഗ്ലണ്ടിന്റെ വല തുളച്ചേ തീരൂ. ലോക കിരീടം കൈവിട്ടെങ്കിലും ഗോൾഡൻ വേട്ടയ്ക്കായുള്ള ആ സുവർണ പാതുകം മറ്റാർക്കും വിട്ടുകൊടുക്കില്ലെന്ന കടുത്ത വാശിയിലാണ് ഈ ഫ്രഞ്ച് സുൽത്താൻ. സ്റ്റേഡിയത്തിൽ ഗോൾ അടിച്ചുകൂട്ടി ചരിത്രം തിരുത്തിക്കുറിക്കാൻ എംബാപ്പെ തന്റെ സർവ്വശക്തിയുമെടുത്ത് പോരാടുമെന്നുറപ്പാണ്. മറുഭാഗത്ത് ഇംഗ്ലണ്ടിന്റെ സ്ഥിതി അതിലും ദയനീയമാണ്. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയെ വിറപ്പിച്ചുകൊണ്ട് തന്നെയാണ് അവർ കളിയിൽ മുന്നോട്ടു പോയത്. എങ്കിലും അവസാന നിമിഷം കളി കൈവിട്ടു പോയതിന്റെ ആഘാതത്തിലാണ് അവർ. കോച്ച് തോമസ് ടുഷേലിന്റെ അമിത പ്രതിരോധ തന്ത്രങ്ങളിൽ ഡ്രസ്സിംഗ് റൂമിൽ കനൽ പുകയുകയാണ്. കളിക്കാരുടെ അമർഷത്തിനും ആരാധകരുടെ കടുത്ത വിമർശനങ്ങൾക്കും മറുപടി നൽകാൻ ടുഷേലിന് ഈ ജയം അനിവാര്യമാണ്. ഹാരി കെയ്നും ജൂഡ് ബെല്ലിംഗ്ഹാമും അടങ്ങുന്ന 3 ലയൺസ് തങ്ങളുടെ കരുത്ത് തെളിയിക്കാൻ കച്ചമുറക്കി കഴിഞ്ഞു. കഴിഞ്ഞ ലോകകപ്പിൽ തങ്ങളെ ക്വാർട്ടറിൽ 2-1 വീഴ്ത്തിയ ഫ്രാൻസിനോട് കണക്ക് തീർക്കാൻ ഇംഗ്ലണ്ടും, നഷ്ടപ്പെട്ടു പോയ സിംഹാസനത്തിന്റെ ഓർമ്മ പുതുക്കാൻ ഫ്രാൻസും ഇറങ്ങുമ്പോൾ ഇത് കേവലം ഒരു ലൂസേഴ്സ് ഫൈനൽ അല്ല, തോറ്റവരുടെ ചോര തിളയ്ക്കുന്ന അതിജീവനത്തിന്റെ പോരാട്ടമാണ്. അവിടെ ചരിത്രം ആർക്കൊപ്പം നിൽക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.